അണ്ണാ ഷീറ്റിന്റെ അടിയിൽ അടിച്ചോളൂ. ഷീറ്റിന്റെ അടിയിൽ പണിയായിട്ട് നമ്മൾ വണ്ടി കൊണ്ടുവന്നത് അങ്ങ് താഴെ കത്തറുണ്ട്. നമ്മുടെ ചാവടിനടയിലുണ്ടായ ഒരു തീപിടുത്തമാണ്. ഇപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഫയർഫോഴ്സ് ഇപ്പോൾ എത്തിയാ ഫയർഫോഴ്സ് എത്താറായി. ഫയർഫോഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് ആത്മാർത്ഥമായിട്ട് ആൾക്കാരെല്ലാം സഹകരിച്ച് ഏകദേശം തീ ഒരു പരിധി വരെ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ വണ്ടി എത്തി. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം ഇതിൽ നിന്നുള്ള ഫയർഫോഴ്സാണ് എത്തി. അവരത് ഏതാനും നിമിഷങ്ങൾക്കകം എത്തി. ഇപ്പോൾ എത്തി. എന്തായാലും ഒരു 5 മിനിറ്റകത്ത് എത്തി. ഞാൻ വിളിച്ച് പറഞ്ഞ് അവിടെയാണ് വിളിച്ചത്. വിഴിഞ്ഞത്തിൻ്റെ നമ്പർ വന്ന് പെട്ടെന്ന് അവർ തിരിച്ച് വിഴിഞ്ഞത്തോട്ട് കോൺടാക്ട് ചെയ്തു. ഏകദേശം നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് കുറേയൊക്കെ തീ ഒഴിവായി. വെള്ളം അടിക്കേണ്ടി കൊള്ളാം. അത് നമ്മൾ ഫസ്റ്റ് ചാടി കയറി ഫയർഫോഴ്സ് അകത്ത് തീ അണച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരും എത്രയും പെട്ടെന്ന് എത്തി കേട്ടോ. ആദ്യം വിളിച്ചപ്പം ഫയർഫോഴ്സ് വിഴിഞ്ഞത്തെ നമ്പറാണ് തന്നത്. വിഴിഞ്ഞത്ത് നിന്ന് ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് എത്തി. അവരുടെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മളെ മറക്കാതിരിക്കാൻ വയ്യ. എന്നാലും അതിനേക്കാളേറെ നാട്ടുകാരുടെ ഇടപെടലാണ്. ബൈജു എന്ന് പറഞ്ഞ ചേട്ടനാണ് കയറി തീ അണച്ചത്. പോസ് വഴി അപ്പുറത്തെ മോട്ടറിൻ്റെ കണക്ഷൻ വലിച്ചൂരി ഈ വീട്ടിലോട്ട് പമ്പ് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മൾ ചെയ്തത്. ഈ വീടാണ് കത്തിയത്. കാരണം ഞാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ റോഡിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അകത്തോട്ട് കയറി ചെന്ന സമയത്ത് തീ വൻ രീതിക്ക് 1-ാം നില ഫുള്ളായിട്ട് കത്തിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അകത്തുനിന്ന് ബെഡ് എല്ലാ സംഭവങ്ങളും കത്തി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയാണ്ട് ഇവിടുത്തെ നാട്ടുകാർ ഒന്നും നോക്കിയില്ല. എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിന്ന് ഫയർഫോഴ്സ് വന്നപ്പോഴത്തേന് ഏകദേശം തീ അണച്ചു. പിന്നെ അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി. ആർക്കും ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പുതുവത്സരമായിക്കൊണ്ട് എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. നമുക്കൊരു സമാധാനമുണ്ട്.